ഇപ്പോൾ അയോധ്യയിലെ കാര്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫൈനാലിറ്റി എത്തിയ വിധിയാണ്. അതായത് അതിനുമേലുണ്ടായിരുന്ന ലീഗലായിട്ട് അതിനെ ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ അവന്യൂകളും തീർന്നതിന് ശേഷം ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന ഒരു വിധിയുടെ പുറത്താണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അക്ഷതം സ്വീകരിക്കുന്നതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മതാചാര പ്രകാരമുള്ള വിശ്വാസ പദ്ധതികൾ നിങ്ങൾ അനുവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് അസ്വീകാര്യമായി മാറുന്നു. അത്തരത്തിലുള്ള ആൾക്കാർ അനഭിമതരായിട്ട് മാറുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിരന്തരമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന മതപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ഉണ്ടാകുന്ന കടുത്ത അസഹിഷ്ണുതയാണ്. അപ്പൊ ഇതിങ്ങനെ പല അവസരങ്ങളിൽ ഇങ്ങനെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും ഉണ്ടാകാം. കാരണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനിയും ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വെഡിങ് റിസപ്ഷനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇനി ബാക്കിയുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇത് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് അവിടെ ആര് പങ്കെടുക്കുന്നു, ആര് പങ്കെടുക്കുന്നില്ല, ഇതിലേക്കൊക്കെ ആര് പോകുന്നു, പോകുന്നില്ല, ഇതൊക്കെ വെച്ചിട്ട് നേരത്തെ അല്പം മുമ്പ് ശ്രീ ബിനു കിരിയത്ത് പറഞ്ഞതുപോലെ കുരു എത്ര പൊട്ടാനിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുരു പൊട്ടുന്ന ആൾക്കാരോട് പൊട്ടട്ടെ എന്ന് തന്നെ പറയുക. അതായത് ഇതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വസ്തുതകൾ നിരത്തി ഈ ഉറങ്ങുന്ന ആൾക്കാരെ ഉണർത്താനായിട്ട് പറ്റും. പക്ഷേ ഉറക്കം നടിച്ചാണ് ഇവരിയ്ക്കുന്നതെങ്കിലോ? ഇപ്പൊ അയോധ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് അവിടെ തീർപ്പുണ്ടായിരിക്കുന്നത്? അവിടെ രഹസ്യമായിട്ടാണോ അവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്? അല്ല. അപ്പോൾ ആൾക്കാർ പറയുകയാണ്, നോക്കൂ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഗിമ്മിക്കാണ്. ഇത് പൊളിറ്റിക്കലാണെന്ന് BJP തന്നെയാണ് പറയുന്നത്. ഒരു പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് പ്രകടന പത്രിക വെച്ചുകൊണ്ട് നേരത്തെ ശ്രീ പ്രഭാത് തന്നെ പറഞ്ഞതുപോലെ ഈ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും തൂത്തുവാരി ജയിച്ച് അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് അവരത് ചെയ്തോട്ടെന്നേ. അത് രഹസ്യമായിട്ടുള്ള ഒരു ഒളിച്ചു കടത്തലല്ലോ. അവരത് ആശയമായി മുന്നോട്ട് വെച്ചിട്ട് ആൾക്കാരുടെ ഓവർവെൽമിംഗ് മാൻഡേറ്റ് കിട്ടിയിട്ട് അധികാരത്തിൽ വരികയാണ്. ഇനി അതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുണ്ടോ? അതുമില്ല. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അത് BJP നടത്തുന്ന പരിപാടിയല്ലല്ലോ, അതുപോലെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടിയല്ല. അല്ല അതിലെ പ്രശ്നം അതാണ് പ്രശ്നം. അതുപോലെ ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ട്രസ്റ്റ് ആണ് അത്. പകൽ പോലെ സത്യമല്ലേ? ആരാണ് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ആരാ? BJPയുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ സുപ്രീം കോടതി വിധി എന്താണ് അത് പഠിച്ചു നോക്കൂ. സുപ്രീം കോടതി പറഞ്ഞിട്ടാണല്ലോ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയുന്നുണ്ട് പള്ളി പൊളിച്ച് അമ്പലം, അമ്പലം പൊളിച്ച് പള്ളി കെട്ടി, പള്ളി പൊളിച്ച് അമ്പലം കെട്ടി. വിധി എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. യെസ് ശ്രീജിത്ത്, സുപ്രീം കോടതി വിധി എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. പഠിച്ചവർ ഇങ്ങനെ ഞാൻ പറയട്ടെ. നോക്കൂ ഇതിൽ വളരെ വ്യക്തമാണ്. ഞാനത് പറഞ്ഞത് BJPയുടെ അജണ്ടയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. BJPയുടെ അജണ്ടയാണ് എന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ അടിച്ചിറക്കി നമ്മളോട് പറഞ്ഞത് BJP ആണ്. എന്നിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ആരാണ്? ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ട്രസ്റ്റാണ്. വെറുതെ ഉണ്ടാക്കിയ ട്രസ്റ്റാണോ? അത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്ന ഞാനും അപ്പനും സുഭദ്രയും കൂടെ ചേർന്നിരിക്കുന്ന ട്രസ്റ്റാണോ? അല്ല. ആ ട്രസ്റ്റ് രൂപീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് പറയുന്നത് അതിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കണം, അതിൽ എത്ര പെർമനന്റ് അംഗങ്ങളുണ്ട്, എത്ര പേർ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കണം, അതിൽ ദളിത് റെപ്രസെന്റേഷൻ ഉണ്ടാകണോ, അതിൽ ലോക്കലായിട്ടുള്ള അയോധ്യയിൽ നിന്നുള്ള എത്ര ആൾക്കാർ ഉണ്ടാകണം, നിർമോഹി അഖാഡയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പെർമനന്റ് മെമ്പർ ആകണോ അല്ലയോ, അതിൽ IASകാർ അതിൽ ഉണ്ടാകണമോ, അതിൽ ഏറ്റവും ഉയർന്ന സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് അതിൽ ഉണ്ടാകണോ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം അവിടെ പറഞ്ഞതിന് ശേഷം അതെല്ലാം ചർച്ച ചെയ്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ട്രസ്റ്റ് ആൾക്കാരിൽ നിന്ന് പണം പിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ പറയുന്നു, അയ്യോ അതിന് 18,000 കോടി രൂപയല്ലേ, 20,000 കോടി രൂപയല്ലേ. എടേ, നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയല്ല, നീ കൊടുക്കുന്ന പൈസയല്ല, നീ ടാക്സ് കൊടുക്കുന്ന പൈസയല്ല. ഭക്തരായിട്ടുള്ള ആൾക്കാർ അവരുടെ താല്പര്യപ്രകാരം ആരുടെയും നിർബന്ധമില്ലാതെ സ്വമേധയാ കൊടുക്കുകയാണ്, ഡൊണേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതവിടെ കല്ലും കട്ടയും ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റ് ഇൻ കൈൻഡ് സാധനങ്ങൾ കൊടുത്തിരിക്കുന്നവരുണ്ട്, പണം ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുകയാണ്. അതിൽ ആർക്കെങ്കിലും ഇതൊക്കെ അന്വേഷിക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഇനി അദ്ദേഹം പറയുന്നു അവിടെ വിധിയിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നമുള്ളത്? വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, 16-ാം നൂറ്റാണ്ടിലേതെന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷനായിട്ട് അവിടെ നിന്നിരുന്നത് 12-ാം നൂറ്റാണ്ടിലെ ക്ഷേത്ര മാതൃകയാണ്. അത് അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഏറിയയിലും ഉണ്ടായിരുന്ന ക്ഷേത്ര മാതൃകകൾക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് പിന്നീട് എന്താണ് വേണ്ടത്? എന്താണ് പിന്നീട് അവിടെ തെളിയിക്കപ്പെടേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല.